ഹലോ ഗായ്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എപ്പിസി എന്ന പൂച്ചെടിയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമ്മുടെ ഗാർഡനിൽ ഇതുപോലെ നിറയെ പൂക്കളായിട്ടും ചെടിച്ചട്ടി നിറയെ തൈകളായിട്ടും വളർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടതെന്നും ഇതിനെങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഇതുപോലെ നിറയെ പൂക്കളിട്ട് വരാൻ വേണ്ടിയിട്ട് നട്ടു കൊടുക്കേണ്ടതെന്നും എല്ലാം ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണുമല്ലോ. ആദ്യം തന്നെ എപ്പിസിയ പ്ലാന്റിൽ നിറയെ പൂക്കളിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതിനെങ്ങനെയാണ് ശരിയായിട്ട് ചെടിച്ചട്ടിയിൽ നട്ടു കൊടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി പറിച്ചു മാറ്റി വെക്കാറായിട്ടുള്ള ഒരു എപ്പിസിയ പ്ലാന്റിൻ്റെ ചെടിച്ചട്ടിയും ഇതുപോലെ എല്ലുപൊടിയും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത വളവും എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ആ പഴയ ചെടീനെ ചെടിച്ചട്ടിയിൽ നിന്ന് പറിച്ചു മാറ്റിയിട്ട് ആ മണ്ണെല്ലാം മാറ്റി പുതിയ മണ്ണും വളം കൂടി മിക്സ് ചെയ്തിട്ട് ചെടിച്ചട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പഴയ ചെടിയിൽ നിന്നും നല്ല തൈകൾ മാത്രം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒത്തിരി തൈകൾ നമുക്ക് ആവശ്യമില്ല, 1-2 തൈകൾ മാത്രം മതിയാവും. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന തൈകൾ മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെ മുട്ടുകളൊക്കെ ഉള്ള തൈകളാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. പിന്നെ പഴയ ഇലയും ചീത്തയായ വേരൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ നമുക്കിനി നേരെ ചെടിച്ചട്ടിലേക്ക് നട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഇളക്കമുള്ള മണ്ണായതുകൊണ്ടാണ് ഞാനിങ്ങനെ പതുക്കെ തണ്ട് ഡാമേജ് ആവാതെ അതിൻ്റെ ആ മണ്ണിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നല്ല കട്ടിയുള്ള മണ്ണൊക്കെ ആണെങ്കിൽ ചെറിയതായിട്ടൊരു കുഴി ഒഴിച്ചിട്ട് വേണം നട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ 2 കളർ വെറൈറ്റീസാണ് ഒരുമിച്ച് നട്ട് കൊടുക്കുന്നത്. സെപ്പറേറ്റ് ചെടിച്ചട്ടിയിൽ വേണമെങ്കിൽ നട്ട് കൊടുക്കാം, പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വെറൈറ്റിനെ നട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മണ്ണ് സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ടായ മണ്ണ്, അതുകൊണ്ട് ഇനി വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഒത്തിരി വെള്ളം കൂടിക്കഴിഞ്ഞാലും ഈ ചെടിയുടെ തണ്ട് വേഗം ചീഞ്ഞു പോകും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചെടിച്ചട്ടിലേക്ക് പറിച്ചു മാറ്റി നടുമ്പോൾ 1-2 തൈകൾ മാത്രം നട്ടു കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞത് വേറെ ഒന്നല്ല. നമ്മൾ ഒത്തിരി തൈകൾ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു നടുവിലിരിക്കുന്ന ഈ ഒരു തൈയും അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന തൈകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നടുവിലിരിക്കുന്ന ഞാൻ 2 തൈകൾ മാത്രമേ ആ ഒരു ചെടിച്ചട്ടി നട്ടു കൊടുത്തിട്ടുള്ളൂ. ബാക്കി 2 ചെടിച്ചട്ടിയിലും ഒത്തിരി തൈകൾ 3-4 തൈകൾ ഒരുമിച്ചൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ വളർന്നു വന്നേക്കുന്ന രീതി തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു ഭംഗിയില്ലാതെ മുരടിച്ചൊക്കെയാണ്, പൂക്കളും കുറവാണ്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ സൈഡിൽ നമ്മൾ ഇതുപോലെ പഴയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാനും ശ്രദ്ധിക്കണം. ഒത്തിരി തൈകൾ നട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നത് ആ തൈകളെല്ലാം തന്നെ വലുതാവാൻ വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിച്ച് അവരെടുക്കുന്നത്. എന്നാൽ 2 തൈകൾ നമ്മൾ നട്ടു കൊടുക്കുമ്പോൾ ആ 2 തൈകൾക്ക് ആവശ്യമുള്ള വളർച്ചയ്ക്ക് വളം ഉപയോഗിച്ചിട്ട് ബാക്കി ഉള്ള വളം ഒരു പൂവിടാൻ വേണ്ടി ഉപയോഗിക്കും. പക്ഷേ ഒത്തിരി തൈകളായി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അവർ ആ ഇലകൾ വലുതാവാൻ വേണ്ടിയിട്ട് മാത്രമേ ആയിക്കോളൂ. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ചെടിച്ചട്ടി കണ്ടോ, ചെറുതിൽ തന്നെ ആ തൈകൾ മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇലകളൊക്കെ കരിഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട്. നമ്മൾ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ഒത്തിരി സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്ന സ്ഥലത്താണ് ഞാൻ ഹാങ് ചെയ്തിട്ടത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലയൊക്കെ വേഗം ഡാമേജ് ആയി പോകുന്നു, മുരടിച്ച് പൂവിടുന്നുണ്ടെങ്കിലും വലുതാവുന്നില്ല. അതിന് അത്രയും വെയിലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ സംബന്ധിച്ച് ഇതിന് ഡയറക്റ്റായിട്ട് ഒത്തിരി സൺലൈറ്റ് ആവശ്യമില്ല, എന്നാൽ സൺലൈറ്റ് ആവശ്യമാണ്. ഒട്ടും സൺലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് കിട്ടി കഴിഞ്ഞാൽ പൂവിടേമില്ല, മുരടിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ട് ഗാർഡനിലൊക്കെ ഹാങ് ചെയ്തിട്ടാൽ അടിപൊളിയായിരിക്കുള്ളൂ. അല്ലെങ്കിൽ വീട്ടിലെ ഗ്രില്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലിങ്ങനെ ഹാങ് ചെയ്തിട്ടാലും മതി. അപ്പോൾ അതുപോലെ തന്നെ ഡെയിലി വാട്ടറിങ് ആവശ്യമുള്ളൊരു പ്ലാന്റും കൂടിയാണ്. പിന്നെ ഇതുവരെ അങ്ങനെ കേടൊന്നും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. പിന്നെ ശ്രദ്ധിക്കണം, ഇതുപോലെ ഞാനിപ്പോൾ അടർത്തി മാറ്റിയില്ലേ, അതിൻ്റെ സൈഡിൽ നിന്ന് ചെറിയ ചെറിയ തൈകൾ ഒത്തിരി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് അടർത്തി മാറ്റുക, വേറെ ഒന്നല്ല. അല്ലെങ്കിൽ അതും കൂടി വലുതാവാനുള്ള വളം ആ ഒരു ചെടിയിൽ നിന്ന് പോകും. അപ്പോൾ അത് ഇലകൾ അല്ലെങ്കിൽ ആ ഒരു തൈ വലുതാവാനേ നോക്കുകയുള്ളൂ, പൂവിടാൻ ഇത്തിരി സ്ലോ ആവും. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ തൈകൾ വരുമ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കുക. അത് വലിച്ചെറിയേണ്ട കാര്യമില്ല. അതിനെ നമുക്ക് വേറൊരു ചെടിച്ചട്ടിയിൽ അല്ലെങ്കിൽ പറമ്പിൽ താഴെ എവിടെ പിടിക്കുന്ന സ്ഥലത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പുതിയ തൈകൾ അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നന്നായിട്ട് വളം വേണ്ട ഒരു പ്ലാന്റാണ് എപ്പിസിയ പ്ലാന്റ്. അപ്പോൾ എല്ലാവർക്കും തന്നെ എപ്പിസിയ പ്ലാന്റിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ ചെടിയുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം.